വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. ഞാൻ കുറച്ച് ദിവസം മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിട്ട്, അതായത് കോമൺ ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് ഫോർ ഫ്രഷേഴ്സ് എന്ന് പറഞ്ഞിട്ട് കേട്ടോ. അപ്പൊ ആ സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഫ്രഷേഴ്സിനെ കുറച്ച് മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവർക്ക് കുറച്ച് യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിനെ കുറിച്ചിട്ട് കുറച്ച് വീഡിയോസ് ഒക്കെ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ മുന്നത്തെ വീഡിയോക്കകത്ത് ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് എവിടെ പോയാലും ഫ്രഷേഴ്സിന് കുറച്ച് കോമൺ ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് മാത്രമാണ് ചോദിക്കുള്ളൂ. അത് 100% കറക്റ്റാണ്. കാരണം അവരോട് വേറെ ഒരു പ്രീവിയസ് ആയിട്ടുള്ള എക്സ്പീരിയൻസിനെ കുറിച്ചോ കാര്യങ്ങളൊന്നും ചോദിക്കാനില്ല. അപ്പോൾ ഫ്രഷേഴ്സിന് കോമൺ ആയിട്ട് വരുന്ന ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് ഞാൻ മേക്ക് ചെയ്തിട്ട് ഞാൻ ഫ്രഷേഴ്സിന് ഡെഡിക്കേറ്റ് ചെയ്തിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് സീരീസ് പോലെ ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫസ്റ്റ് വീഡിയോ പറഞ്ഞത് ഒരു കോമൺ ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് ആയിരുന്നു ചെയ്തിട്ടുണ്ടായി. ഇന്നത്തെ വീഡിയോ തീർച്ചയായിട്ടും ഫ്രഷേഴ്സിന് ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. നമ്മുടെ സീരീസ് 2 ആണ് ഫ്രഷേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ. അപ്പൊ ഇന്ന് പറയാൻ വേണ്ടി പോണത് സ്ട്രെങ്ത്തും അതുപോലെ തന്നെ വീക്ക്നെസ്സും നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ പറയാന്നാണ് കേട്ടോ. ഈ ഒരു സ്ട്രെങ്ത്തും വീക്ക്നെസ്സും തീർച്ചയായിട്ടും 100% ഒരു ഫ്രഷർ ആവേണ്ടവേ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു കാൻഡിഡേറ്റ് ആണെങ്കിലും ചോദിക്കാവുന്ന മസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് സ്ട്രെങ്ത്തും വീക്ക്നെസ്സും കേട്ടോ. അപ്പൊ അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഇൻക്ലൂഡ് ചെയ്യേണ്ടതെന്ന് ഞാൻ ഇവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് കാര്യങ്ങളും സ്ട്രെങ്ത്തും വീക്ക്നെസ്സും, അതായത് ഒരു 10 വെച്ചിട്ടാണ്. സ്ട്രെങ്ത്ത് 10, അതുപോലെ തന്നെ വീക്ക്നെസ്സും 10 ഞാൻ അവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ മേക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്തിട്ടുള്ളത് കേട്ടോ. തീർച്ചയായിട്ടും ഈ വീഡിയോ യൂസ്ഫുൾ ആവും. അതുപോലെ തന്നെ നമുക്ക് ഫ്രഷേഴ്സിനെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാനും അവരെ ഒന്ന് സെറ്റാക്കി എടുക്കാനും വേണ്ടിയിട്ടുള്ള കുറച്ച് വീഡിയോസ് ഒക്കെ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഫ്രഷർ ആണെങ്കിൽ തീർച്ചയായിട്ടും എന്നെ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. നിങ്ങൾക്ക് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ ചാനലിനകത്ത് വരുന്നത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സ്ട്രെങ്ത് വീക്ക്നെസ് എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ഇന്റർവ്യൂ ബോർഡിൽ പറയാൻ വേണ്ടി പറ്റുക എന്നുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇന്റർവ്യൂ ബോർഡിൽ നമ്മൾ ഇരിക്കുന്ന സമയത്ത് നമുക്ക് സ്ട്രെങ്ത് വീക്ക്നെസ്സും എന്താണെന്ന് അവർ ചോദിക്കുന്ന സമയത്ത് വാട്ട്സ് യുവർ വീക്ക്നെസ് അല്ലെങ്കിൽ വാട്ട്സ് യുവർ സ്ട്രെങ്ത് എന്ന് ചോദിക്കുന്ന സമയത്ത് നമുക്ക് പറയാൻ പാടാവുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, നമുക്ക് ഇംപ്രൂവ് ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങൾ, നമ്മൾ വീക്ക്നെസ് ചോദിക്കുമ്പോൾ ആ ഒരു വീക്ക്നെസ് നമുക്ക് ഇംപ്രൂവ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ നമ്മൾ പറയാൻ വേണ്ടി പാടുള്ളൂ കേട്ടോ. ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എന്തിനാണ് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങളൊരു സിൻസിയർ ആയിട്ടുള്ള ഒരാളാണോ അല്ലെങ്കിൽ ഹോണസ്റ്റ് ആയിട്ടാണോ ഒരു ക്വസ്റ്റ്യൻ റിപ്ലൈ ചെയ്യുന്നത് അറിയാൻ വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു വീക്ക്നെസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു വീക്ക്നെസ് നിങ്ങൾക്ക് എങ്ങനെയാണ് അതിനെ ഓവർകം ചെയ്യുക, അല്ലെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് അതിനെ ഫേസ് ചെയ്യാൻ വേണ്ടി പറ്റുക എന്നതായിരിക്കും വീക്ക്നെസ് കഴിഞ്ഞ് നെക്സ്റ്റ് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത്. മനസ്സിലായോ? അപ്പൊ നിങ്ങൾ പറയുമ്പോൾ ശ്രദ്ധിച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടി ശ്രമിക്കാം. ഫസ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് വീക്ക്നെസ് ആണ് കേട്ടോ. വീക്ക്നെസ്സിന് ഞാനിവിടെ ഒരു 10 പോയിന്റ്സ് ആണ് മേക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ 10 വീക്ക്നെസ് ആണ് ഞാൻ ഇവിടെ മേക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത് കേട്ടോ. ഫസ്റ്റ് വൺ, സെയിങ് നോ. ഇത് എല്ലാവർക്കും ഉള്ളൊരു കാര്യമാണ്. നമുക്ക് നോ പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, മനസ്സിലായോ? അപ്പൊ നിങ്ങൾ പറയുമ്പോൾ സെയിങ് നോ, നിങ്ങൾക്ക് ഇതിൽ ഏത് വേണമെങ്കിലും പറയാം കേട്ടോ. 2 കാര്യങ്ങൾ മാത്രം പറഞ്ഞാൽ മതി. പക്ഷെ ഞാൻ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ വേണ്ടി കുറച്ച് ഇവിടെ മേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നുള്ളൂ കേട്ടോ. അപ്പോൾ തന്നെ ഇമോഷണൽനെസ് എന്നുള്ളൊരു കാര്യം, അൺഓർഗനൈസ്ഡ് ആണ്, അതുപോലെ തന്നെ സെൽഫ് സെൻസിറ്റീവ് ആണ്, സെൽഫ് ക്രിറ്റിസിസം ആണ്, ഓവർ തിങ്കിങ് ആണ്, ഇൻട്രോവേർട്ട് ആണ്, ഈസിലി നെർവസ് ആണ്, അതുപോലെ തന്നെ ടു ഫോക്കസ്ഡ് ആണ് കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് പറയാവുന്ന അൺഹെൽത്തി വർക്കും അതുപോലെ തന്നെ ലൈഫ് ബാലൻസും പറയാൻ വേണ്ടി പറ്റും കേട്ടോ. നിങ്ങൾക്ക് ഇതിൽ ഇഷ്ടമുള്ള കാര്യം നിങ്ങൾക്ക് പറയാൻ വേണ്ടി പറ്റും. സെയിം നോ ആണെങ്കിൽ അവരോട് ചോദിക്കും നിങ്ങൾ എങ്ങനെയാണ് ഓവർകം ചെയ്യാന്നുള്ളത് ചോദിക്കും. അല്ലെങ്കിൽ ഒരു ഇമോഷണൽസ് ആണെന്നുണ്ടെങ്കിൽ അതൊക്കെ അവർ ചോദിക്കും. വീക്ക്നെസ് കഴിഞ്ഞ് നെക്സ്റ്റ് അവർ ചോദിക്കും ഇതിനൊക്കെ നിങ്ങൾ എങ്ങനെയാണ് ഓവർകം ചെയ്യുക എന്നതായിരുന്നു കേട്ടോ. എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള ഒരാളാണ്, ഭയങ്കര ഇമോഷണൽസ് അല്ല, ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള ഒരാളായിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനെങ്ങനെ ഓവർകം ചെയ്യാന്ന് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി നമുക്ക് നെക്സ്റ്റ് പറയാവുന്നൊരു കാര്യമാണ് സ്ട്രെങ്ത് എന്താന്ന്. കാരണം ഇതൊരു ട്വിൻ ബേബീസിനെ പോലെയാണ്. സ്ട്രെങ്ത് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ഒരു വീക്ക്നെസ് ചോദിക്കും, വീക്ക്നെസ് ചോദിച്ചു കഴിഞ്ഞാൽ അവരപ്പോൾ സ്ട്രെങ്ത് ചോദിക്കും. അത് നമുക്ക് സ്ട്രെങ്ത് പറയാം. സ്ട്രെങ്ത് പറയുന്നത് എളുപ്പമാണ് അല്ലേ. ഡെഡിക്കേറ്റഡ് ആണ്, ക്രിയേറ്റീവ് ആണ്, ഫ്ലെക്സിബിൾ ആണ്, പ്രോബ്ലം സോൾവിങ് സ്കില്ലുണ്ട്, അതുപോലെ തന്നെ എബിലിറ്റി ടു വർക്ക് അണ്ടർ പ്രഷർ ആണ്, അതുപോലെ തന്നെ ടൈം മാനേജ്മെന്റ് സ്കിൽസ് ഉണ്ട്, ഫാസ്റ്റ് ലേണർ ആണ്, ലീഡർഷിപ്പ് സ്കിൽസ് ഉണ്ട്, ഡിറ്റർമിനേഷൻ ആണ്, കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ട്, സെൽഫ് കോൺഫിഡൻ്റ് ആണ്. ഇതൊക്കെയാണ് നമുക്ക് എന്തെങ്കിലും പറയാൻ വേണ്ടി പറ്റുക, സ്ട്രെങ്ത്തിൽ പറയാൻ വേണ്ടി പറ്റുക. അപ്പം നമ്മൾ എന്ത് ഡിസ്കസ് ചെയ്തു, സ്ട്രെങ്ത്തും വീക്ക്നെസ്സും നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലേ. എക്സാമ്പിളായിട്ട് നമുക്ക് എടുക്കാം. സെൽഫ് കോൺഫിഡൻ്റ് ആണ് നമ്മൾ എന്തിൽ പറഞ്ഞു, നമ്മൾ സ്ട്രെങ്ത്തിൽ പറഞ്ഞു അല്ലേ. ഇപ്പോൾ ചോദിക്കുന്ന സമയത്ത് ഞാൻ സെൽഫ് കോൺഫിഡൻ്റ് ആണ് സ്ട്രെങ്ത്തിൽ പറഞ്ഞു കഴിഞ്ഞാലും വീക്ക്നെസ്സിന് നമ്മൾ ഷൈ ആണെന്ന് പറയാൻ വേണ്ടി പറ്റുമോ, എനിക്ക് ഭയങ്കര ഷൈ ആണ് ഭയങ്കര നാണാണെന്ന് പറയാൻ വേണ്ടി പറ്റുമോ? പറ്റില്ല. കാരണം എന്താ, സ്ട്രെങ്ത്തിൽ നമ്മൾ ഓൾറെഡി എന്ത് പറഞ്ഞു, ഞാൻ ഭയങ്കര സെൽഫ് കോൺഫിഡൻ്റ് ആണെന്ന് പറഞ്ഞു. പിന്നെ കുറച്ച് കഴിയുമ്പോൾ വീക്ക്നെസ് ചോദിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് പറയും, ഷൈ ആണെന്ന് പറയും. അപ്പോൾ അത് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ അല്ലെങ്കിൽ ഇന്റർവ്യൂ ചെയ്യുന്ന ആൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. ഭയങ്കര സിമ്പിളായിട്ട് തന്നെ
മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. എന്ത് നമ്മൾ അവിടെ എവിടെയും പഠിച്ചിട്ടോ വായിച്ചിട്ടോ ആണ് പറയുന്നത്. ഈ കുട്ടി അല്ലെങ്കിൽ ഈ ഒരു കാൻഡിഡേറ്റ് ഒട്ടും സിൻസിയർ അല്ല, അല്ലെങ്കിൽ ഒട്ടും ഹോണസ്റ്റ് അല്ല എന്ന് അവർക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾ പറയുന്ന സമയത്ത് ഒന്ന് ശ്രദ്ധിക്കുക, നന്നായി ഒന്ന് പഠിച്ച് വായിച്ച് അറിഞ്ഞു പോവാം. നിങ്ങൾ സ്ട്രെങ്ത്തും അതുപോലെ തന്നെ വീക്ക്നെസ്സും ചൂസ് ചെയ്യുന്ന സമയത്ത് അതിനെ എങ്ങനെ, സ്ട്രെങ്ത് വേണ്ട, വീക്ക്നെസ് നമ്മൾ പറയുന്ന സമയത്ത് അതിനെങ്ങനെ നമ്മൾ ഓവർകം ചെയ്യാം എന്നതും കൂടി നിങ്ങൾ പഠിച്ചിട്ട് പോവുക. ഓരോ ഫ്രഷേഴ്സിന് ഹെൽപ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് നമ്മുടെ ചാനലിനകത്ത് വരും. തീർച്ചയായിട്ടും ഫ്രഷേഴ്സ് നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാം. നമ്മുടെ ചാനലിനകത്ത് ഫ്രഷേഴ്സിനെ ഒന്ന് സെറ്റാക്കി എടുക്കാനുള്ള വീഡിയോസും അതുപോലെ തന്നെ ജോബ് അലേർട്ട് വീഡിയോസും ആണ് ഞാൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. വീഡിയോ കണ്ടിട്ട് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ഗൈസ്.